അതന്നെ മൈനിങ് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ് നിന്നിട്ട് മൈൻ ചെയ്യായിരുന്നത്. കാരണം മറ്റൊന്നല്ല, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ ഡയമണ്ട് ആർമർ ആവണം. അതിന് വേണ്ടി മൈൻ ചെയ്തതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ 23 ഡയമണ്ട് ഉണ്ട്. കുറച്ച് ഡയമണ്ട് ഞാൻ എൻ്റെ പെട്ടിക്കകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൻ്റെ 3ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. എൻ്റെ ഡയമണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഡയമണ്ട്, എന്നാലും പിന്നെ മൈൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസ് ആവണേ, ചാവാൻ വയ്യ. അപ്പോൾ നമ്മൾ ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളിത് തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി തോന്നെ പോകണം നമ്മൾ ബേസിലേക്ക് എത്താൻ. ബേസിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. ബോട്ട്സ് നോക്കിയാൽ മനസ്സിലാകും. ഞാനിവിടെ ഒരു കേവ് കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഇതൊരു ഒടുക്കത്തെ കേവ്, ഗുണ കേവ് പോലത്തൊരു കേവ്. അപ്പോൾ ഇതപ്പോൾ നല്ല ലാഗുണ്ട്. നല്ല ലാഗുണ്ട്. അത്യാവശ്യം മുകൾക്ക് കയറാനുള്ള വഴി നോക്കണം. നമുക്ക് സ്പീഡ് ബ്രിഡ്ജ് ചെയ്ത് പോകാം. സ്പീഡ് ചെല്ല പില്ലർ ചെയ്ത് പോകാം. അറിയാതെ പറഞ്ഞതാണ്. ചേടാ എന്തിനാ അടിയിൽ തന്നെ വെക്കണേ ഓരോ പൊട്ടത്തരങ്ങൾ. തിരിച്ച് നമ്മൾ മുകളിലോട്ട് ഞാൻ എൻ്റെ ബേസിലോട്ട് ഓടിപ്പോട്ടെ. കുറച്ച് ദൂരം നടക്കാണ്ട്. അല്ല ഡയമണ്ട് ഉണ്ടോ? ഡയമണ്ട് അടിക്കല്ലേ. ആർമറൊക്കെ പൊട്ടാനേക്കണേ. വേണ്ട ചേർക്കുമ്പോൾ തലേ കയറി കളിക്കണേ. ചില്ല പെയ്യൻ ഇവിടെ ഒരു ലൈറ്റിൻ്റെ കുറവുണ്ട്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ഇവിടെ ഒരു സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു സോംബി സ്പോണർ. അതേപോലെ ഒരു മുകളിലും ഒരു സോംബി സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ബേസിലോട്ട് പോകാം. ബേസ് ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ. ഞാൻ ബേസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്ന് ചെറിയ 2 മാറ്റങ്ങൾ കൊണ്ടുവന്നു. പള്ളി ഒരാർട്ട് 2 ആർട്ടാ. ഫുഡ് കഴിക്കടേ. 2 ആർട്ട് രക്ഷപ്പെട്ടു. എൻ്റെ കയ്യിൽ ഇവിടെ ഒരു 9 ഡയമണ്ട് ഉണ്ട്. എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ 32 ഡയമണ്ട് ഉണ്ട്. ഒന്ന് റിച്ചാണ്. എൻ്റെ കൈയൊക്കെ ഒന്ന് സോട്ടാക്കട്ടെ. തോന്നെ ഐറ്റംസ് ഉണ്ട്. എന്നിട്ട് വേറെ എന്താ നോക്കാം. നമുക്ക് ഫുൾ ഡയമണ്ട് ആർമറുള്ള പണിയുണ്ട് തുടങ്ങാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഞാൻ ഫുൾ ഡയമണ്ട് ടൂൾസ് അതിൻ്റെ ഇടക്കായിട്ടാണ്. 2 ഡയമണ്ട് മിക്കാക്സ് ഉണ്ട്. ഒരു സിൽടെക്സ് ആക്കണം എന്നാണ് ഇനി ഒരു പ്ലാന്. അത് 2 ആക്കണം. ഫുൾ ഡയമണ്ട് ആർമർ ആക്കട്ടെ. ഫസ്റ്റ് ഒരു ബൂട്ട് റെഡി, ലെഗിൻസ് റെഡി, ചെസ്റ്റ് പ്ലേറ്റ് റെഡി, ഹെൽമെറ്റും റെഡി. കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ബാക്കി 8 ഡയമണ്ട് ബാക്കിയുണ്ട്. ഈ പഴയ ആർമറൊക്കെ ഉണ്ട് മാറ്റി പുതിയ ആർമർ. ഇങ്ങനെ ഞാൻ തിളക്കം കണ്ട. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ ലെറ്റ്സ് പ്ലേ വേൾഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വർഗരാജ്യം SMB ഇപ്പോഴും പണി തീർന്നിട്ടില്ല. സ്പോൺ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാൻഡിൻ ടാബിളും കൂടി ഉണ്ടാക്കിയാലോ? അതും നല്ലൊരു തീരുമാനമായേനെ. ഡയമണ്ട് ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. ഒരു എൻചാൻറ്റിങ് ടേബിളും കൂടി ഉണ്ടാക്കാമായിരുന്നു. കറക്റ്റ് 2 ഒബ്സിഡിയനും ഉണ്ട്. ഉണ്ടാക്കിയേക്കാം. ഇന്നൊരു എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. തുറന്ന് പാടേ ഇത് ബഗ് റോക്ക് എഡിഷൻ്റെ കാര്യം. 2 ഡയമണ്ടും പോരട്ടെ, കുറച്ച് ബുക്കും പോരട്ടെ. നമുക്കൊന്നൊരു എൻചാൻറ്റിങ് ടേബിളും കൂടി ഉണ്ടാക്കാം. എന്നിട്ട് വീഡിയോ വൈഡപ്പ് ചെയ്യാം. ഓ 4 ഒബ്സിഡിയം വേണമല്ലേ? എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളല്ലേ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാം. അതൊന്ന് കിടന്നുറങ്ങട്ടെ. 50 ദിവസം കംപ്ലീറ്റ് ആവും. ഇത് നമ്മൾ 50 ഡേയ്സിന് അവർ ലെറ്റ്സ് പ്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പുതിയ പട്ടിക്കുട്ടിനെ കാണിച്ചു തരാൻ മറന്ന്. ഇതാണ് എൻ്റെ ജംഗിളിൽ നിന്ന് കിട്ടിയ പട്ടിക്കുട്ടി. ഷുഗർ കെയിനൊക്കെ വളർന്നല്ല.
ഇങ്ങനെ ഇട്ട വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ പോലെ ഇവിടുന്ന് 2 ഒബ്സിഡിയൻ ഇങ്ങോട്ട് പൊട്ടിച്ചാലോ. എന്നിട്ട് ഇനി മൈനിങ്ങിന് പോകുമ്പോൾ ഇവിടെ കൊണ്ട് വെച്ചോണ്ട് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റും. ഇപ്പം തന്നെ നെതർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബ്ലേസ് റോഡൊക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇതാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റാക്കാം. അങ്ങനെ 4 ഒബ്സീഡിയനുമായി 5 വേണോ? 4 മതി. ഒരു എൻചാൻറ്റിങ് ടേബിളും റെഡി. നമുക്ക് ഇത് ഉണ്ടാക്കണം, ഇത് ബുക്ക് ഷെൽഫ്സ് ഉണ്ടാക്കണം. ഞാൻ പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ എൻചാൻറ്റിങ് ഏരിയ വെക്കാൻ വേണ്ടി നല്ലൊരു ഇത് പറഞ്ഞുതരാം. ഒരു ബിൽഡ് അവിടെ വന്ന് മാറ്റി പറഞ്ഞാൽ ഇവിടെ ഷീപ്പ് ഫാമി ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ പട്ടി കുട്ടനീത്തിൻ്റെ ഉള്ളിൽ കയറിയ ഫുഡ് നശിപ്പിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്രയാണ് വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. പതിയെ നമ്മുടെ ഈ സ്ഥലം ഒന്ന് വലുതായി വരുന്നു. ഒന്ന് കയറി അവിടെ മേലെ ഗ്രൗണ്ട് പോട്ടൊക്കെ ഞാൻ തരാടി. രസമുണ്ട്. ഇവിടെ ഫുള്ള് നടക്കണം കൈസ് നമുക്ക് ഓരോ ബിൽഡും വെച്ചിട്ട്. 2 ഡയമണ്ട് പിക്കാക്സിൻ്റെ, 1 സിൽ ടച്ചും 1 ഫോർച്യൂണും അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേന് ഞാൻ എൻചാൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ എപ്പിസോഡ്. ഇത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്, കീപ് സപ്പോർട്ടിങ് റോഡ് ടു 300 സബ്. അപ്പോൾ ഓക്കെ ബൈ.